കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോളിംഗ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിലുള്ള ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ വോട്ടിംഗ് ഒരു പ്രവണത പുലർച്ചെ മുതൽ, അതായത് വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ BJP ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, UDF 60 സീറ്റിന് മുകളിൽ പോകില്ല എന്ന് തന്നെയാണ്. ഇതിന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ BJPയുടെ സർവേയും മറ്റുമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിനിടയിൽ IB റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത്, ഈ കേരളത്തിലെ ഒരു ഫലം അത് സർപ്രൈസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അനവധി ഇടങ്ങളിൽ താമര വിരിയും, അതൊരു സർപ്രൈസ് ആണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് ഈ BJP വിരുദ്ധരായുള്ള ഇടത് വലത് മുന്നണികളും മറ്റ് മാധ്യമങ്ങളും അടക്കമുള്ളവർ നിലയുറപ്പിക്കുന്നു. ഇവിടെ ഒരു സംഘടിതമായിട്ട് ഈ BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിതമായി ഒരു വിഭാഗം തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഇതിനിടയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ശക്തമായി തന്നെ ഒരു പോളിംഗ് ആണ്. പോളിംഗ് പെർസെന്റേജ് പലയിടത്തും വർദ്ധിക്കുന്ന ഒരു കാഴ്ചയോട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ ഒരു ചൂട് കാലമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു വലിയ തിരക്ക് തന്നെയാണ് പല പോളിംഗ് ബൂത്തിലും കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.